നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിലെ ആദ്യ ആധുനിക മോട്ടോർ വെഹിക്കിൾ ഫിറ്റ്നസ് സെന്റർ അടച്ചുപൂട്ടി. എറണാകുളം റവന്യൂ ജില്ലാതല അധ്യാപക ദിനാഘോഷം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം ശനിയാഴ്ച. ആധുനിക മോട്ടോർ വെഹിക്കിൾ ഫിറ്റ്നസ് സെന്റർ അടച്ചുപൂട്ടി. മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചിരുന്ന ജില്ലയിലെ ആദ്യ ആധുനിക മോട്ടോർ വെഹിക്കിൾ ഫിറ്റ്നസ് സെന്റർ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടി. 3 കോടിയോളം രൂപ ചെലവഴിച്ച് പെരുമ്പലൂരിൽ നിർമ്മിച്ച മോട്ടോർ വെഹിക്കിൾ ഫിറ്റ്നസ് സെന്റർ ഡ്രൈവിംഗ് സെന്ററാണ് ജീവനക്കാരുടെ ശമ്പളം കുടിശ്ശികയായതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയത്. റവന്യൂ ജില്ലാതല അധ്യാപക ദിനാഘോഷം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. എറണാകുളം റവന്യൂ ജില്ലാതല അധ്യാപക ദിനാഘോഷം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു. SN B.Ed കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച പഠനം തുടർന്ന് PH ഹുസൈൻ മാസ്റ്റർ. അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച പിതാവ് മകൾക്കൊപ്പം ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ വിദ്യാർത്ഥിയായി എത്തിയത് അധ്യാപക ദിനത്തിലെ കൗതുക കാഴ്ചയായി. ചെറുവട്ടൂർ ഗവൺമെന്റ് TTIയിൽ നിന്നും വിരമിച്ച പേടിക്കപ്പള്ളി പള്ളിച്ചിറങ്ങര പെരുമ്പാട്ട് PH ഹുസൈൻ മാസ്റ്ററും മകൾ PH ഫൗസിയയുമാണ് മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ M.Ed പഠിതാക്കളായി എത്തിയത്. അമ്മമാർക്ക് ഓണക്കോടി കൈമാറി വിദ്യാർത്ഥികൾ. നീടമ്പുഴ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾ തൊട്ടടുത്ത വൃദ്ധസദനത്തിലെ എല്ലാ അമ്മമാർക്കും ഓണക്കോടി കൈമാറി. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ വൃദ്ധസദനത്തിലെത്തിയ സ്നേഹത്തിന്റെ പ്രതീകമായാണ് കുട്ടികൾ ഓണക്കോടി നൽകിയത്. ഹെഡ് മിസ്ട്രസ് സീനിയ ഡാനിയൽ, PTA പ്രസിഡന്റ് മനോജ് കുമാർ, അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.